കുന്തിദേവിയുടെയും സൂര്യദേവൻ്റെയും പുത്രനായിട്ടാണ് കണ്ണൻ ജനിക്കുന്നത്. കണ്ണൻ്റെ ജനനത്തിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് പണ്ട് ദുർവാസാവ് മഹർഷി കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവിടെ അദ്ദേഹത്തിനെ സേവിച്ചതാരാണ്? കുന്തിദേവിയാണ്. അപ്പോൾ കുന്തിദേവിയുടെ ഈ പരിചരണത്തിൽ അതീവ സന്തുഷ്ടവാനായ ദുർവാസാവ് മഹർഷി എന്ത് ചെയ്യും? കുന്തിക്ക് ഒരു പുത്രസിദ്ധി മന്ത്രം പറഞ്ഞു കൊടുക്കും. പുത്രസിദ്ധി മന്ത്രം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുന്തി ഇപ്പോൾ ഏത് ദേവനെയാണോ മനസ്സിൽ വിചാരിച്ച് പുത്രസിദ്ധി മന്ത്രം ജപിക്കുന്നത് ആ ദേവനിൽ കുന്തിക്കൊരു പുത്രനുണ്ടാകും. കുന്തിദേവി തൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ സൂര്യദേവനെ മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം പരീക്ഷിക്കുന്നു. അപ്പോൾ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് സൂര്യദേവനിലുണ്ടായ പുത്രനാണ് കർണൻ. പക്ഷേ കന്യകയല്ലേ കുന്തിദേവി. അപ്പോൾ കുന്തിദേവിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പം കുന്തിദേവി എന്ത് ചെയ്യും? ഈ അപമാന ഭാരം ഭയന്ന് കുഞ്ഞിനെ എന്ത് ചെയ്യും? നദിയിലൂടെ ഒഴുക്കി വിടും. ഈ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുകി ഈ കുഞ്ഞ് എവിടെ എത്തും? ഹസ്തനപുരിയിലെത്തും. ഹസ്തനപുരിയിലെ തേരാളിയായ അതിരഥനും ഭാര്യ രാധയ്ക്കും ഈ കുഞ്ഞിനെ ലഭിക്കുകയാണ്. അവർ ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് കർണൻ്റെ ജനനത്തിന് പിന്നിലെ കഥ.